വെൽക്കം ടു ഡ്രീം ഡ്രൈവ്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ വാഹനമാണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ. റോയൽ എൻഫീൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ടു വീലർ മാനുഫാക്ചറാണ്. അത് മാത്രമല്ല ഇറ്റ്സ് എ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ടു വീലർ മാനുഫാക്ചറർ. ആൻഡ് ഇൻഫാക്റ്റ് വളരെ റീസെൻ്റ്ലി തന്നെ അത് യമഹേനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ടോപ്പ് 5 ടു വീലർ മാനുഫാക്ചറേഴ്സ് കാറ്റഗറിയിലേക്കും എൻട്രി ചെയ്തു. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പം എൻഫീൽഡ് ഒരു പുതിയൊരു വേരിയൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു 3 ഇയർ ഗ്യാപ്പിന് ശേഷമാണ് ഈ ഹിമാലയൻ എന്ന വേരിയൻറ്റ് വരുന്നത്. ഇതിൻ്റെ പുറകിലുമുള്ള റീസൺ എന്ന് പറയുന്നത് അതായത് എല്ലാ വർഷവും ഒരു നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഹിമാലയം പോലത്തെ സ്ഥലങ്ങളിലേക്ക് ഒരു റോഡ് ട്രിപ്സ് പോകുന്നുണ്ട്. ആ ഒരു ട്രെൻഡും ആ ഒരു പാറ്റേണും കണ്ടിട്ടാണ് ഇപ്പം റോയൽ എൻഫീൽഡ് ഈ ഒരു കാറ്റഗറിക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു ബൈക്ക് ഡെവലപ്പ് ചെയ്യാനൊരു പ്ലാൻ തുടങ്ങുന്നതും അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഇപ്പോൾ ഹിമാലയം വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. എൻഫീൽഡ് സൈക്കിൾ കമ്പനി എന്ന പേരിലാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ അടിയിൽ വന്നിരുന്ന ഒരു ബ്രാൻഡ് നെയിമായിരുന്നു റോയൽ എൻഫീൽഡ്. ആൻഡ് ഇന്ത്യയിലേക്ക് 1955 മദ്രാസ് മോട്ടോഴ്സുമായിട്ടൊരു പാർട്ട്ണർഷിപ്പിൽ എൻഫീൽഡ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ആ സമയത്തൊക്കെ കമ്പോണൻസ് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെയായിരുന്നു ഇതിൻ്റെ മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ബൈ 1967 എല്ലാ കമ്പോണൻസും ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഡെവലപ്പായി. ആൻഡ് അങ്ങനെ ഇന്ത്യയിൽ ഒരു പ്രൊഡക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ ബൈ 1970 ഈ ഒറിജിനൽ കമ്പനി നിർത്തേണ്ടി വന്നു. പക്ഷേ ഇന്ത്യയിൽ ഇറ്റ് കണ്ടിന്യൂഡ് ആൻഡ് ആ ബ്രാൻഡിങ് റോയൽ എൻഫീൽഡ് എന്ന പേരിലാണ് കണ്ടിന്യൂ ചെയ്തത്. സോ അങ്ങനെ അത് ഗ്രാജുവലി വളരെ പോപ്പുലറായി മാറിക്കൊണ്ടിരിക്കുന്നു. ഹിമാലയൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ലുക്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ലോഗോ ഒന്ന് ശ്രദ്ധിക്കാം. അത് വളരെ യുണീക്ക് അല്ലെങ്കിൽ സ്പെസിഫിക് ഇതിൻ്റെ ആ ഒരു കാറ്റഗറി ഡിഫൈൻ ചെയ്യുന്ന ടൈപ്പ് ഒരു ഡിസൈനാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതായത് ആ ഒരു ഓഫ് റോഡിങ് അല്ലെങ്കിൽ ഒരു ടെറൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലോഗോ ആണ്. അത് തന്നെ ഒരു ഡിസൈൻ എലമെൻ്റായിട്ട് ഈ ബൈക്കിൻ്റെ പല ഭാഗത്തും യൂസ് ചെയ്തിട്ടുമുണ്ട്.
ഹിമാലയൻ്റെ ഒരു എക്സ്റ്റീരിയർ അപ്പിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവറോൾ വളരെ മിനിമലിസ്റ്റ് രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റൗണ്ട് ഹെഡ്ലൈറ്റാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതിലൊരു ഡിസൈൻ എലിമെൻറ്റ് ആകെ വരുന്നത് അതിൻ്റെ ഒരു കളറിൽ തന്നെ ഒരു ബോഡിയിൽ ഒരു ബ്ലാക്കും പിന്നെ ഒരു ലൈറ്റ് ഗ്രേ കളറും വരുന്നു എന്നതാണ്. പിന്നെ അതിൻ്റെ ഒരു ഓവറോൾ ഹൈറ്റും നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫാക്ടറാണ് അതിൻ്റെ ഒരു ടോൾ വിൻഡ് സ്ക്രീൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അഡീഷണലി ഫ്രണ്ടിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഫോക്സിൽ ഒരു ടിപ്പിക്കൽ ഓഫ് റോഡിങ് ബൈക്കിൽ കാണുന്ന പോലെ അതിൻ്റെ മഡ് ഫ്ലാപ്പ് അഗൈൻ കുറച്ച് ഹൈറ്റൻഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിലും ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലത്തെയുള്ള ആ ഒരു ഹിമാലയൻ്റെ ലോഗോ ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് റൈറ്റ് ഫ്രം ദ ഫ്രണ്ട് അത് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ പോകുന്നുണ്ട്. ആൻഡ് ആ ഒരു ഗ്രേ ഷെയ്ഡും ടുവേർഡ്സ് ദ ഫോക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഇത് ഫെൻഡറിലോട്ടാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹാൻഡിൽ നമുക്ക് മിനിമൽ വെയിറ്റ് ആയിരിക്കും അതുകൊണ്ട് വരുന്നത്. ബിക്കോസ് ഹെഡ്ലൈറ്റിൻ്റെ ആ കംപ്ലീറ്റ് വെയിറ്റ് ഹാൻഡിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഫെൻഡറിലേക്കാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഈ നേരത്തെ പറഞ്ഞ പോലെ ഓഫ് റോഡിങ് പർപ്പസിനൊക്കെ പോകുമ്പോഴത്തേക്കും അത് എക്സ്ട്രീംലി കൺവീനിയൻ്റ് ആയിരിക്കും. ടെയിൽ ലാമ്പ് സ്ലൈറ്റ്ലി സ്പോർട്ടി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റിന് ചുറ്റുമൊക്കെ കണ്ട പോലെ ആ ഒരു ഗ്രേ അല്ലെങ്കിൽ ആ ഒരു സിൽവർ എലമെൻറ്റ് ഡിസൈൻ എലമെൻ്റ് ആയിട്ട് ഇതിന് ചുറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ടെയിൽ ലാമ്പിൽ LED ബൾബ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും 8 ഇൻഡിവിജ്വൽ LED ബൾബ്സാണ്. സോ അതിൻ്റെ ഒരു ബേസിക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു വെരി ലോങ് ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ 8 ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് നമ്മുടെ റൈഡിനെ അത് അത്രയ്ക്ക് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്നില്ല എന്നതാണ്. പിന്നീട് ഇതിൻ്റെ മഡ് ഗാർഡിൽ നമ്മൾ ആ ഹിമാലയൻ ലോഗോയിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലത്തെ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ സൈഡിൽ നമുക്കൊരു ബോക്സ്, അതായത് ഒരു മെറ്റാലിക് ബോക്സ് അല്ലെങ്കിൽ അലുമിനിയം ബോക്സും ഒരു ആഡ് ഓൺ അല്ലെങ്കിൽ ഒരു ആക്സസറി ആയിട്ടും നമുക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. അതിനുള്ളൊരു സ്പേസ് ഇവിടെയായിട്ടാണ് വരുന്നത്. ഒരു ഓഫ് റോഡിങ് അല്ലെങ്കിൽ ടൂറർ പേർപ്പസിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു വാഹനമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ റോയൽ എൻഫീൽഡ് ആദ്യമായിട്ട് ഒരു മോണോ ഷോക്ക് സസ്പെൻഷനാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതും ഒരു മൾട്ടി ലിങ്ക് സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തുമാത്രം വെയിറ്റ് ആഡ് ചെയ്താലും ഇതിൻ്റെ സസ്പെൻഷൻ്റെ ആ ട്രാവൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അഡീഷണലി ഈ ഒരു ചെറിയ സ്ട്രീംസ് അല്ലെങ്കിൽ റിവേഴ്സ് ഒക്കെ ക്രോസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ വെള്ളം അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എക്സോസ്റ്റും മാക്സിമം അപ്സ്വെപ്റ്റ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സിമിലർലി ഒരു ഓഫ് റോഡിങ് പോയിൻറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫുഡ് പെഗ്സിലാണെങ്കിലും നമുക്ക് റിമൂവബിളാണ്. അതായത് അതിൻ്റെ ആ റബ്ബർ പോർഷൻ നമുക്ക് റിമൂവ് ചെയ്യാം. സോ ഷാർപ്പായിട്ടായിരിക്കും അതിൻ്റെ ബാലൻസ് പോർഷൻ ഇരിക്കുന്നത്. സോ അഗൈൻ ഇപ്പം ചെളിയുള്ള സർഫസിലൂടെയൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രിപ്പ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഹിമാലയൻ്റെ ടയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് 21 ഇഞ്ചും ബാക്കിൽ നമുക്ക് 17 ഇഞ്ച് വീൽസുമാണ് വരുന്നത്. ആൻഡ് രണ്ടിലും ഡിസ്ക് ബ്രേക്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ടയേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഓഫ് റോഡിലും അതേപോലെ സ്മൂത്ത് സർഫസിലും ഈക്വലി കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്.
ഹിമാലയൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സ്പോർട്ടി രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബ്ലാക്കിന് കൂടാതെ ഒരു അലുമിനിയം അല്ലെങ്കിൽ ഒരു സിൽവർ കളർ എലമെൻസും വന്നിട്ടുണ്ട്. ഇതിൽ ഒരു മെയിൻലി അനലോഗ് രീതിയിലാണ് ഡിസൈൻ എലമെൻറ്റ്സ് വന്നിരിക്കുന്നത്. അഡീഷണലി ഒരു ചെറിയ ഡിജിറ്റൽ സ്പേസും കൂടെ ഉണ്ട്. വേറെ നമുക്ക് ബേസിക് ഇൻഫർമേഷൻ ലൈക്ക് ഗിയർ, ടെമ്പറേച്ചർ, ട്രിപ്പ് മീറ്റേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അഡീഷണലി ഹിമാലയനിൽ വന്നിരിക്കുന്ന ഒരു ആസ്പെക്റ്റാണ് ഇതിൻ്റെ കോമ്പസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു ആരോയിലൂടെ നോർത്ത് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അല്ലാതെ നമ്മുടെ കറണ്ട് ഡയറക്ഷൻ ഏതാണെന്ന് സെൻറ്ററിൽ ഡിജിറ്റലി എഴുതി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 15 ലിറ്റേഴ്സ് ആണ്. ആൻഡ് നമ്മൾ മഡ് ഗാർഡ് ഫ്രണ്ടിലും ബാക്കിലും കണ്ട പോലെ തന്നെ ആ ഡിസൈൻ എലമെൻ്റായിട്ട് ഹിമാലയൻ ആ ഒരു ബ്രാൻഡിങ് ലോഗോയിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത ഒരു ഡിസൈൻ എലമെൻറ്റ് പോകുന്നുണ്ട്. സോ ബേസിക്കലി ഇതിൻ്റെ ഒരു ടോപ്പ് ആംഗിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് ആ ഹിമാലയൻ എന്നുള്ള ഒരു ഡിസൈൻ എലമെൻറ്റ് പോയിരിക്കുന്നത്. ഹിമാലയനിൽ യൂസ് ചെയ്തിരിക്കുന്ന എൻജിൻ ഒരു കംപ്ലീറ്റ്ലി ന്യൂ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രഷ് എൻജിനാണ് ഫ്രം റോയൽ എൻഫീൽഡ്. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് 411 cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എൻജിനാണ് വിത്ത് 5 സ്പീഡ് ട്രാൻസ്മിഷൻ. ഇതിൻ്റെ പവർ വരുന്നത് 24.8 PS ആണ് ആൻഡ് മാക്സിമം ടോർക്ക് ഓഫ് 32. റോയൽ എൻഫീൽഡ് ലോഞ്ച് ചെയ്ത ഏറ്റവും പുതിയ അഡ്വഞ്ചർ സീരീസിലുള്ള ഓൺ ഓഫ് റോഡ് ബൈക്കാണ് ഹിമാലയ. ഹിമാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഓൺ ഓഫ് യൂസിനായിട്ടുള്ള ഏറ്റവും മിതമായിട്ടുള്ള നിരക്കിൽ എത്തിക്കാവുന്ന ഒരു ബൈക്കാണ് ഹിമാലയ. ഹിമാലയ കംസ് വിത്ത് 410 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ. ഇറ്റ് കംസ് വിത്ത് 24 bhp പവർ ആൻഡ് 42 Nm ടോപ്പ്. And it comes with single overhead cam. And ഈ സിംഗിൾ ഓവർഹെഡ് ക്യാമിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പഴയ റോയൽ എൻഫീൽഡ് ബൈക്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് വണ്ടിയുടെ ടാപ്പറ്റ് ക്ലിയർ ചെയ്യണം, അതിൻ്റെ സൗണ്ട് ക്ലിയർ ചെയ്യണം, അങ്ങനെയുള്ള പല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുതിയ ബൈക്കിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഇതിൽ വരുന്നത്. ഹിമാലയത്തിൻ്റെ ചേസിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് കംസ് വിത്ത് ഹാഫ് ഡൂപ്ലസ് സിംഗിൾ ക്രാഡിൽ ഫ്രെയിം. ഇത് റോബോട്ടിക് വെൽഡിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. സോ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെൽഡിംഗ് എല്ലാം അത്രയും പ്രിസൈസ് ആയിരിക്കും, അതുപോലെ തന്നെ വളരെ സ്ട്രോങ്ങുമാണ്. ദെൻ ഹിമാലയത്തിൻ്റെ ടയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 21 ഇഞ്ചും ബാക്കിൽ 17 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. ഇറ്റ്സ് കംസ് mostly because it helps for more off-road riding. ഹിമാലയത്തിൻ്റെ അടുത്തൊരു വേറൊരു ആകർഷണത എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക് സസ്പെൻഷനാണ്. റോയൽ എൻഫീൽഡ് ബൈക്കിൽ ആദ്യമായി മോണോഷോക്ക് അവതരിപ്പിക്കുന്നത് ഹിമാലയത്തിലാണ്. ദെൻ ഹിമാലയത്തിൻ്റെ ഈ ബാക്ക് മോണോഷോക്ക് സസ്പെൻഷൻ കാരണം നമുക്ക് ബാക്ക് ട്രാവലിംഗ് എപ്പോഴും ഒരു 180 mm എന്ന ലെവലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഗീവൺ ആ ബൈക്ക് എത്ര ലോഡ് ക്യാരി ചെയ്യുമെങ്കിൽ തന്നെ
ആ സസ്പെൻഷൻ ട്രാവൽ എപ്പോഴും 180 mm എന്ന ലെവലിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ ട്രാവൽ വരുന്നത് 200 mm ആണ്. ആൻഡ് ബൈക്കിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 220 mm ആണ്. ഹിമാലയത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സീറ്റും ഹാൻഡിൽ ബാറും തമ്മിലുള്ള ഡിസ്റ്റൻസും ടാങ്ക് സീറ്റിനോട് വളരെ ചേർന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് പെഡലിൽ നിന്ന് ബൈക്ക് ഓഫ് റോഡ് ഒബ്സ്റ്റക്കിൾ കവർ ചെയ്യാനായിട്ട് നിന്ന് റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയത്തിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ്സ് ആണ്. അത് നോൺ മൂവബിൾ സിംഗിൾ ഫിക്സ്ചറിലായിട്ടാണ് ഹെഡ്ലൈറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ വരുന്നത് അനലോഗും ഡിജിറ്റലും കൂടിയിട്ടുള്ള ഒരു കമ്പൈൻഡ് ഫീച്ചേഴ്സാണ്. ആൻഡ് ഇറ്റ് കംസ് വിത്ത് അഡീഷണൽ കോമ്പസ് ആൾസോ. മൾട്ടി ഇൻഫോർമേഷൻ ഡിസ്പ്ലേയിൽ നമുക്ക് വണ്ടിയുടെ ഇപ്പോൾ ഓടുന്ന ഗിയർ ഏതാണെന്നും അതേപോലെ തന്നെ ട്രിപ്പ് മീറ്ററും അതേപോലെ തന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എത്രയാണെന്നും വണ്ടിയുടെ ഡിജിറ്റൽ കൺസോളിൽ കാണിക്കുന്നതാണ്. So that was the all new Himalayan from Royal Enfield. ഒരു അഡ്വഞ്ചർ ടൂറർ കാറ്റഗറിയിലെ ആദ്യത്തെ വാഹനമാണ് ഫ്രം റോയൽ എൻഫീൽഡ്. അത് മാത്രമല്ല ഇൻ ടേംസ് ഓഫ് ഡിസൈൻ ആൻഡ് ഓൾസോ എൻജിനിലും ഒരു കംപ്ലീറ്റ്ലി ഫ്രഷ് പീസാണ് ഫ്രം റോയൽ എൻഫീൽഡ്. ഇതിൻ്റെ പ്രൈസ് പോയിന്റ് വരുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എക്സ് ഷോറൂം 1,62,000 ഓൺവേർഡ്സ്. സോ ഓൾ ദി ബെസ്റ്റ് ടു ദ റോയൽ എൻഫീൽഡ് ഹിമാലയൻ. ഇനി പുതിയൊരു എപ്പിസോഡിൽ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ശരത് പ്രകാശ് സൈനിങ് ഓഫ്.